സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുകയാണ്. ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന കൊടും ചൂടിന് രാത്രിയാകുമ്പോൾ ഒരു അറുതി വരുമെന്നായിരുന്നു പൊതുവെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ ഇന്നത്തെ മാറുന്ന കാലാവസ്ഥയിൽ ആ പ്രതീക്ഷയുമില്ല. പകൽ സമയത്തെ അതേ ചൂട് രാത്രിയിലും മാറ്റമില്ലാതെ തുടരുന്നു. സൂര്യൻ അസ്തമിച്ചാലും അടങ്ങാത്ത ചൂടിൽ വെന്തുരുകുന്ന അവസ്ഥ. വാം നൈറ്റ്സ് എന്നാണ് ഈ കാലാവസ്ഥ അറിയപ്പെടുന്നത്. പകൽ മുഴുവൻ നീണ്ടുനിൽക്കുന്ന അസഹനീയമായ ചൂടിന് പിന്നാലെ എത്തുന്ന ചൂടേറിയ രാത്രികൾ നമ്മുടെ ഉറക്കത്തെ മാത്രമല്ല ആരോഗ്യത്തെയും തകിടം മറിക്കുകയാണ്. കേവലം കാലാവസ്ഥാ വ്യതിയാനം എന്നതിനപ്പുറം ഈ പ്രതിഭാസം ഒരു നിശബ്ദ ദുരന്തം കൂടിയാണ്. സാധാരണയായി രാത്രികാലങ്ങളിൽ ഭൂമി അതിന്റെ താപത്തെ ആകാശത്തേക്ക് വികിരണം ചെയ്ത് അന്തരീക്ഷത്തെ തണുപ്പിക്കാറാണ് പതിവ്. എന്നാൽ അടുത്ത കാലത്തായി ഈ പ്രക്രിയ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒരു പ്രദേശത്തെ കുറഞ്ഞ താപനില സാധാരണയേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോഴാണ് വാം നൈറ്റ് എന്ന് പറയുന്നത്. ഇത് 6.4 ഡിഗ്രിക്ക് മുകളിൽ പോയാൽ അത് അതീവ ഗുരുതരമായ വാം നൈറ്റായി മാറും. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ ഇത്തരം രാത്രികളുടെ എണ്ണം ഭയാനകമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഇത്തരം രാത്രികളുടെ ഭീകരത കൂടുതലായി അനുഭവപ്പെടുന്നത്. രാത്രികൾ ഇത്തരത്തിൽ ചൂടുപിടിക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഗ്ലോബൽ വാർമിംഗും അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റും. അതായത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യനിർമ്മിതമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. പകൽ സമയത്ത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാർ റോഡുകളും രാത്രിയാകുമ്പോൾ ഈ ചൂട് സാവധാനം അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ മരങ്ങളും തുറസായ സ്ഥലങ്ങളും ഉള്ളതുകൊണ്ട് ഈ ചൂട് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ നഗരങ്ങളിൽ കെട്ടിടങ്ങൾക്കിടയിൽ ഇത് കുടുങ്ങിക്കിടക്കും. ഇതിനെയാണ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഇതോടൊപ്പം അന്തരീക്ഷത്തിലെ വർദ്ധിച്ചുവരുന്ന ഈർപ്പവും സ്ഥിതി സങ്കീർണമാക്കും. വായുവിൽ ഈർപ്പം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിയർപ്പുണങ്ങാൻ സാധിക്കാതെ വരുന്നു. തന്മൂലം ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരികയും രാത്രി പോലും അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈർപ്പത്തിന്റെ അളവിൽ മുൻവർഷത്തേക്കാൾ 9% വരെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ അനുഭവപ്പെടുന്ന അമിതമായ ചൂട് മനുഷ്യശരീരത്തിലും മാനസികാരോഗ്യത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഏൽപ്പിക്കുന്നത്. പകൽ സമയത്തെ താപനിലയിൽ നിന്ന് ആശ്വാസം ലഭിക്കേണ്ട രാത്രികൾ പോലും ഇത്തരത്തിൽ അസഹനീയമാകുമ്പോൾ അത് ശരീരത്തിന്റെ സ്വാഭാവിക വിശ്രമത്തെ തടസ്സപ്പെടുത്തുകയും ക്രോണിക് ഫെറ്റീഗ് പോലെയുള്ള അവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് പകൽ സമയത്തെ പ്രവർത്തനക്ഷമതയെയും ഏകാഗ്രതയെയും ദോഷകരമായി ബാധിക്കും.